ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് BJP മണ്ഡല നേതൃത്വം ഉന്നയിച്ചത്. പ്രധാനമായിട്ട് ഉന്നയിച്ചത് ഈ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിൽ കീഴൽമീത്തൽ ബാലൻ അദ്ദേഹം മരണപ്പെട്ടതിന് കാരണം അവിടെ അടുത്തുള്ള ഒരു ദാമോദരൻ ഇദ്ദേഹത്തെ ചവിട്ടി ആക്രമിച്ചു. വിനോദൻ മരണപ്പെട്ടത് ബാലന്റെ അടുത്തുള്ള ഒരു വിനോദൻ ഇദ്ദേഹത്തെ ആക്രമിച്ച് അതിന്റെ ഫലമായിട്ട് ഇയാൾ മരണപ്പെട്ടു എന്നാണ് കുടുംബക്കാരുടെ പരാതി. ഈ പ്രശ്നത്തിലാണ് എനിക്കെതിരായ ആരോപണം BJP മണ്ഡല നേതൃത്വം ഉന്നയിക്കുന്നത്. ഞാൻ ഈ വീട്ടിൽ പോയി എന്നുള്ളത് ശരിയാണ്. അതൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റിയത്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അവിടെ ചില സാമൂഹ്യ പ്രവർത്തകരെല്ലാം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്, ആ മരണം ഇങ്ങനെ ചവിട്ടേറ്റിട്ടാണ് മരണം ഉണ്ടായത് എന്നാണ് പുറത്തുള്ള വിവരം. അതുകൊണ്ട് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം, അവിടെ സന്ദർശിക്കണം എന്നെന്നോട് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ഈ ബാലന്റെ മൃതശരീരം സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിതയിൽ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞാൻ അവിടെ ചെന്നത്. ഞാൻ അവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിച്ചു. ഒച്ചാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അവിടെയുള്ള ഒരു പഞ്ചായത്ത് ബോർഡ് മെമ്പർ ഉണ്ട്. അത് ആ വാർഡിലെ മെമ്പറാണോ തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒച്ചാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായിരുന്നു, അവരെന്നെ വിളിച്ചിരുന്നു. എന്നോട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്, അവിടെ പോയിട്ട് അവിടെ നിന്ന് സന്ദർശിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാനന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വന്നതാണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് വിവരങ്ങളെല്ലാം തിരക്കി. ഞാൻ അവരോട് പറഞ്ഞു, ഇതിനെപ്പറ്റി നിങ്ങളുടെ പരാതി എഴുതി തരണം. MLA എന്നുള്ള നിലയ്ക്ക് എനിക്കും ഒരു പരാതി തരണം. പരാതി തന്നാൽ ഈ കേസ് അന്വേഷണ നടപടി ത്വരിതപ്പെടുത്തുന്നതിന് MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇടപെട്ട് പരമാവധി സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത് ഞാൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അവിടെ കേട്ടിട്ടുണ്ട്. അവിടെ അന്നേരം ഉണ്ടായിരുന്ന അവിടെ കുടുംബാംഗങ്ങളും ഈ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റും മറ്റു പുറത്തുള്ള ആളുകളെല്ലാം ഇത് കേട്ടിട്ടുണ്ട്, ഞാൻ അവരോട് സംസാരിച്ച കാര്യങ്ങൾ. പിന്നീടാണ് BJP വഴി ആരോപണം ഉന്നയിക്കുന്നത്. BJP പറയുന്നത് ഈ മരണപ്പെട്ട ബാലന്റെ മക്കൾ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇതൊരു അബദ്ധത്തിൽ ദാമോദരന് പറ്റിപ്പോയതാണ്. വിനോദന് പറ്റിപ്പോയതാണ്. എനിക്കറിയില്ല, ഞാൻ ഈ വിനോദനെ കണ്ടിട്ടില്ല. അതാണ് അതിന്റെ സത്യം. വിനോദൻ ആരാന്ന് ചിലപ്പോ കണ്ടാൽ ചിലപ്പോൾ അറിയണ്ടാവും. എനിക്ക് അറിയില്ല വിനോദന്. അപ്പോ ഈ വിനോദന്റെ അടുത്ത് വന്നിട്ടുമില്ല. ഇങ്ങനെ വിനോദന് വേണ്ടി ഒരാളും എൻ്റെ അടുത്ത് വന്നിട്ടില്ല. അപ്പോ അവര് പറഞ്ഞത്, അവര് ആരോപണമായിട്ട് ഉന്നയിച്ചത് ഞാനിങ്ങനെ അബദ്ധത്തിൽ പറ്റിപ്പോയി, അതുകൊണ്ട് ഇത് സാരമാക്കേണ്ടതില്ല എന്നാണ് BJP നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്. ഇവിടെ അവര് പറഞ്ഞിട്ടുള്ളത് ഇതാ, വീട്ടിലെത്തിയ MLA ബാലന്റെ മകനോട് അറിയാതെയാണ് വിനോദൻ മർദ്ദിച്ചതെന്നും സാരമാക്കരുതെന്നും പറഞ്ഞതായി ബാലന്റെ മകൻ പറയുന്നുണ്ട്. സ്വന്തം പഞ്ചായത്തിൽ ജീവിക്കുന്ന ആൾ മരിച്ചപ്പോൾ LDF കൺവീനർ പദവിയിൽ ഇരിക്കുന്ന MLA-യുടെ ഇടപെടൽ ഏകപക്ഷീയമാണെന്ന് BJP ആരോപിച്ചു. ഞാനെന്താ പറഞ്ഞെന്നുള്ളത് BJP-ന്റെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും എന്നോട് അന്വേഷിക്കണ്ടേ? ഇതിൽ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തെന്ന് പറയുന്ന മോഹൻ മാഷ് എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. അദ്ദേഹത്തിന് എന്നെ വിളിച്ചന്വേഷിക്കാം, ഇങ്ങനെ ഒരു പരാതിയുണ്ട്, സംഭവം ശരിയാണോ? പിന്നെ അദ്ദേഹത്തിന് എന്നെ വിളിച്ചിട്ട് സംസാരിക്കാലോ. ഇതിൽ പറയുന്ന ഒരാളും ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തയാൾ BJP മേഖലാ ജനറൽ സെക്രട്ടറി M. മോഹനൻ,
നിയോജക മണ്ഡലം പ്രസിഡന്റ് MK രൂപേഷ്, ജില്ലാ സെൽ കോർഡിനേറ്റർ ജുബിൻ ബാലകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടറി ചാലിക്കര മോഹനൻ, മരിച്ച ബാലന്റെ ബന്ധുക്കൾ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് വാർത്തയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്, എന്നെ അപമാനിക്കുന്നതിന് സമമാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ഒരുപാട് മർദ്ദനേറ്റിട്ടുണ്ട്. എന്നെ മർദ്ദിക്കുന്നതിന് പലരും നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പോലീസിനെ കൊണ്ട് ഇഷ്ടം പോലെ മർദ്ദിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരുണ്ട്, നിർദ്ദേശം കൊടുത്തവരുണ്ട്. അവർക്കെതിരായിട്ട് പോലും ഒരക്ഷരം എന്റെ പ്രസംഗത്തിലോ എന്റെ പിന്നീടുള്ള നിലപാടിലോ ഞാൻ ഉന്നയിച്ചിട്ടില്ല. അതൊരു രാഷ്ട്രീയമായ നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എന്നെ ഉപദ്രവിച്ചത് വ്യക്തിപരമായി എന്നോടുള്ളൊരു വിരോധം കൊണ്ടാണെന്ന് ഞാൻ അന്നും ധരിക്കുന്നില്ല, ഇന്നും ധരിക്കുന്നത്. രാഷ്ട്രീയമായ കാരണം കൊണ്ട് എന്നെ ഉപദ്രവിച്ചു ഇങ്ങനെ ചെയ്തു. BJPക്കും ചിലപ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് എനിക്കെതിരായിട്ട് ആരോടും ഉന്നയിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്നെപ്പറ്റി ദുരാരോപണം ഉന്നയിച്ച, അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചവർക്കെതിരായി, ഈ വാർത്ത പ്രസിദ്ധീകരിച്ചവർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നിങ്ങളോട് ഒന്ന് പറയുക, അത് മാത്രമാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിന്റെ ഉദ്ദേശം. ഇവിടെ എന്നെ അറിയാവുന്ന ആളുകൾ ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ്. പത്രസമ്മേളനം നടത്തിയവർക്ക് ആ ബോധ്യം ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ രാഷ്ട്രീയമായൊരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചത്. CPIM ഈ വാർത്ത വന്നതിന്റെ 22-ാം തീയതിയാണെന്നാ തോന്നുന്നത്. ഞാൻ അവിടെ പോയി അതിന് മുമ്പ് അവിടുത്തെ CPIM ലോക്കൽ കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ദേശാഭിമാനി പത്രത്തിൽ വന്നിരുന്നു. അത് ഈ മർദ്ദനത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. ഈ ബാലന്റെ മരണത്തെ കുറിച്ചുള്ള ഈ ആരോപണം വന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നാണ് CPIM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അന്വേഷിക്കാം. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പോലീസുകാരനോടോ പോലീസ് ഓഫീസറോടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ഇനി പേരാമ്പ്ര പോട്ടെ, SP യോട് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസർമാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ ഈ കാര്യം ചെയ്യണം, അങ്ങനെയൊക്കെയല്ലേ ഇടപെടലും സ്വാധീനമൊക്കെ. ഇങ്ങനെയെങ്കിലും ചെയ്യണ്ടേ ഒരിടപെടല്? ഞാൻ ചെയ്തിട്ടില്ല. അതൊന്നും മനസ്സിലാക്കാതെ ഇയാൾ പ്രതിയാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പ്രതിയാണെങ്കിൽ ഇയാളെ രക്ഷിക്കാൻ ഞാൻ ഇടപെട്ടിട്ടില്ല. അത് പോലീസിന്റെ അന്വേഷണത്തിലൂടെ വരട്ടെ. അന്നും അവിടെ പറയുന്നുണ്ട് ഈ ബോഡി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണെന്നുള്ളത് പോലും എനിക്കറിയില്ല. ഇതിന് ശേഷമുള്ള പോലീസിന്റെ നടപടി എന്താണെന്നുള്ളത് ഞാൻ അറിയില്ല. ഞാൻ ഇവര് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ അന്വേഷണത്തിന് വേണ്ടി ഞാൻ ശക്തമായിട്ട് ഇടപെടണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിനെ സംബന്ധിച്ച് അന്വേഷണം, ഇനിയിപ്പം വസ്തുതാ വിരുദ്ധമായിട്ടാണ് ആരോപണമെങ്കിൽ അത് പോലീസ് അന്വേഷിച്ചിട്ട് വസ്തുത എന്നതാണെന്ന് അവർ പറയണ്ടേ. അപ്പം ഞാൻ അന്വേഷിക്കാൻ നിന്നിട്ടില്ല. എന്താണ് എനിക്കതിന്റെ ആവശ്യമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ് എന്നിട്ട് നാട്ടിന്റെ ഒരു മര്യാദക്കനുസരിച്ച് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങനെയുള്ള ഒരു താല്പര്യമല്ലാതെ വേറൊരു താല്പര്യം എനിക്ക് ഈ കാര്യത്തിലില്ല. എന്റെ പാർട്ടിയോ ഈ വിനോദിന് വേണ്ടി ആരെങ്കിലും എന്നോട് സംസാരിച്ചിട്ടില്ല. വിനോദിന് വേണ്ടി ഞാൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. വിനോദിനെ ഞാൻ സഹായിച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടാണ് BJP നേതാക്കന്മാരുടെ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. അത് ദുഃഖകരമായി പോയി ഞാൻ പറയുന്നത്, സങ്കടകരമാണ്. ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു തെറ്റിന്റെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ എനിക്ക് അതിൽ പ്രയാസമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു തെറ്റിന്റെ കൂടെ നിൽക്കുന്ന ആളല്ല. ഇന്ന് വരെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ 1/2 നൂറ്റാണ്ടിലധികമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. എന്റെ ഈ ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ ഒരു നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടില്ല.